ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിലെത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്നത്തെ ചിന്ത വചനം ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 11 അധ്യായം 29 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. പഴയ നിയമത്തിലെ പ്രവാചകനായ യോനായെ പരാമർശിച്ചുകൊണ്ട് ഈശോ സംസാരിക്കുകയാണ്. നിനീവേക്കാർക്ക് ഒരു മാർഗദർശനമായി ദൈവം യോനായെ അയച്ചു. പക്ഷെ യോനായിലുണ്ടായിരുന്ന സ്വാർത്ഥത അത് ദൈവീയ പ്രക്രിയയിൽ നിന്നും കുറച്ചു കാലത്തേക്ക് മാറ്റി നിർത്തി. എന്നാൽ യോനായിക്ക് വിവേകബുദ്ധി നൽകിയ കർത്താവ് തന്നെ യോനായെ എടുത്ത് പ്രയോഗിച്ചു. ഈശോവിടെ പരാമർശിക്കുന്നത് പ്രാഗൽഭ്യമുള്ള ബുദ്ധി വൈഭവ്യമുള്ള സോളമനേക്കാൾ ഉന്നതനായ ഒരുത്തൻ ഇവിടെ നിൽക്കുന്നുണ്ടെന്നാണ്. ദക്ഷിണദേശത്തെ രാജ്ഞി ശെബാരാജ്ഞി സോളമൻ്റെ മഹത്വത്തെ കണ്ടറിയാൻ വേണ്ടി കടന്നു വന്നു. എന്നാൽ ഈശോ പറയുന്നു, സോളമനേക്കാൾ ഉന്നതനായവൻ അത് ഈശോ തന്നെയാണ്. അപ്പോൾ പഴയകാലത്ത് സംഭവിച്ചതിനെയെല്ലാം വിമർശിച്ചുകൊണ്ടല്ല, എല്ലാത്തിനെയും ഒന്ന് കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് മഹത്തമമായ ഒരു ദൈവിക പദ്ധതിയെ ഈശോ പുനരാവിഷ്കരിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ. നമ്മളെല്ലാവരും യോനാമാരാണ്, നമ്മൾ അയക്കപ്പെട്ടവരാണ്. അയച്ചവൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിക്കൊണ്ട് അയക്കപ്പെട്ടവൻ്റെ പൂർണ്ണതയിലല്ല, പക്ഷെ അവൻ്റെ കുറവുകളെ പരാമർശിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ കീഴ്വഴങ്ങിക്കൊണ്ട് വിശുദ്ധിയോടും വിശ്വസ്തയോടും വ്യാപരിച്ച് നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമുക്ക് ശ്രദ്ധയുള്ളവരായി മാറാം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ.